ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ലോസ്റ്റ് സീരീസ് ആരംഭിച്ചു കേട്ടോ, പ്ലോട്ടിസ്റ്റ് ചാനലിൽ. ആദ്യത്തെ എപ്പിസോഡ് ഞാൻ ചാനലിൽ പബ്ലിഷ് ചെയ്തു. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്. 2019 ഇറങ്ങിയ കോസ്മോസ്. ഈ കഥ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ആകാശമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സ്പേസ്. അവിടെ നിന്നും എന്തോ ഒരു സിഗ്നൽ വരുന്നുണ്ട്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, കോസ്മോസ്. ഈ കഥയിലെ ഹീറോസിനെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. 3 പേരാണ്. അവരിപ്പം ഒരു കാറിൽ കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവർക്ക് ചില പ്രത്യേക കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനുണ്ട്. ഈ വണ്ടി ഓടിക്കുന്നവനെ കണ്ടില്ലേ, അവന്റെ പേര് റോയ് എന്നാണ്. അവന്റെ അപ്പുറത്തിരിക്കുന്നവന്റെ പേര് ഹാരി. പിന്നെ ഇവരുടെ പുറകിലൊരുത്തൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവന്റെ പേര് മൈക്ക് എന്നാണ്. ഈ റോയും ഹാരിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അവരൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ വേറെ സ്ഥലത്താണ്. ഇനി ഇവരെ കുറിച്ചിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, കുറെ മാസമായി ഇവർ നേരിൽ കണ്ടിട്ട്. ഇപ്പൊ ഒരു പ്രത്യേക മിഷന് വേണ്ടി അർജന്റായിട്ട് വരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് റോയ് അങ്ങോട്ട് വന്നത്. എങ്കിലും അവന്റെ മുഖത്തൊരു പരിഭവം കാണാം. അതായത് ഈ ഒരു യാത്ര അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഇപ്പൊ ഹാരിയോട് സംസാരിക്കാൻ പോലും അവൻ എന്തോ ഒരു മടിയുള്ളത് പോലെ കാണാം. എന്തോ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ. ഹാരി പല കാര്യങ്ങളും അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ മൂളാന്നല്ലാതെ വ്യക്തമായിട്ടുള്ള മറുപടികളൊന്നും അവൻ കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ റോയിന്റെ വണ്ടിയിലാണ് ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ 3 പേരും ആസ്ട്രോണമേഴ്സ് ആണ്. റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ബേസിക്കലി ഒരു എഞ്ചിനീയറും കൂടെയാണ്. ബാക്കിയുള്ള 2 പേരും ഈ ആസ്ട്രോണമിയിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന ആൾക്കാർ. അതുപോലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവരുടെ ഈ യാത്ര. ഇനിയിപ്പോ വണ്ടിയുടെ പുറകിലിരിക്കുന്നവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ പേര് മൈക്ക് എന്നാണ്. ഇവൻ ഹാരിയുടെ ഫ്രണ്ടാണ്. റോയുമായിട്ട് അവനൊരു ബന്ധമില്ല. പക്ഷേ ഈ മൈക്കിന്റെ ഒരു കണ്ടുപിടുത്തം നടത്താനാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോയ്ക്ക് അതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഹാരി നിർബന്ധിച്ചുകൊണ്ട് അവൻ വന്നേ ഉള്ളൂ. മാത്രമല്ല അവന് മൈക്കിനോട് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ അവിടേക്കുള്ള യാത്രയിൽ അവരിപ്പോൾ നടത്താൻ പോകുന്ന കണ്ടുപിടുത്തത്തെക്കുറിച്ചൊക്കെ ഹാരി ഇപ്പോൾ റോയുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് അവർ ഇന്നത്തെ ഈ കാര്യത്തിൽ വിജയിക്കുകയാണെങ്കിൽ പിന്നെ നാസ പോലും അവരെ വീട്ടിൽ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകും. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ഹാരിയും മൈക്കും വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് ആസ്ട്രിയസ് എന്നാണ്. എന്നാൽ റോയ് ഇപ്പം ഒരു കമ്പനിയിലും വർക്ക് ചെയ്യുന്നില്ല. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തി. അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശം കാണാം. അതുകൊണ്ട് ഇവിടെ ടെലിസ്കോപ്പ് സെറ്റ് ചെയ്യാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർ വണ്ടി അവിടെ നിർത്തി. അങ്ങനെ വണ്ടി നിർത്തി കഴിയുമ്പം അവിടെ ഡാഷ്ബോർഡിലായിട്ട് ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. ആസ്ട്രോനട്സ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഈ ഹാരിയും റോയും ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവരൊരു ടീം ഉണ്ടാക്കി. ആ ടീമിന്റെ പേരാണ് ഈ ആസ്ട്രോനട്സ്. ആ ടീമിലുള്ള എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ തൊപ്പിയാണത്. എന്നാൽ ആ തൊപ്പി ഇപ്പൊ കാണുമ്പോൾ റോയുടെ മുഖത്തൊരു വിഷമം കാണുന്നുണ്ട്. ഈ സമയം ഹാരി ആ തൊപ്പി എടുത്തു. എന്നിട്ട് നിന്റെ തൊപ്പിയോടെ എന്നാണ് ഹാരി ഇപ്പോൾ റോയിനോട് ചോദിക്കുന്നത്. എന്നാൽ അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അവൻ ഉടനെ തന്നെ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അത് കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇപ്പോഴും അവൻ വിഷമിച്ചിരിക്കുകയാണ് എന്ന കാര്യം ഹാരിക്ക് മനസ്സിലായി. അങ്ങനെ റോയ് ഇപ്പം ആ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൻ അവിടെ എന്തോ തിരയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ആകാശത്തേക്ക് നോക്കിയതിന് ശേഷം അവൻ വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും ഒരു കസേര എടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവൻ ആ കസേര എടുക്കുമ്പോൾ മൈക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ മൈക്കിന്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല, മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത് എന്ന കാര്യം മൈക്കിന് മനസ്സിലായിട്ടുമില്ല. കാരണം ഇന്നത്തെ ദിവസമാണ് അവൻ ആദ്യമായിട്ട് റോയിനെ കാണുന്നത് പോലും. അങ്ങനെ റോയ് ആ ചെയറിൽ ഇരുന്നിട്ട് കോഫി കുടിക്കുകയാണ്. ഈ സമയം തന്നെ മൈക്കാണെങ്കിൽ ആ ഡിക്കിയിൽ നിന്നും അവരുടെ ടെലിസ്കോപ്പ് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഹാരിയുടെ ടെലിസ്കോപ്പാണ്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് അതിന്. അതുകൊണ്ട് നിനക്കൊന്ന് വന്ന് സഹായിക്കാമോ എന്നാണ് മൈക്ക് ഇപ്പോൾ റോയുടെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ റോയ് അവനെ സഹായിക്കുന്നില്ല. ഇത്രയും നേരം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഉറങ്ങില്ലായിരുന്നോ? വണ്ടി ഓടിക്കലാണ് ഇന്നത്തെ എൻ്റെ ജോലി, അത് കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്നാണ് റോയ് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഹാരി പുറത്തേക്ക് വന്നു. അങ്ങനെ അവർ 2 പേരും കൂടെ ആ ടെലിസ്കോപ്പ് വെളിയിലേക്ക് ഇറക്കുകയാണ്. ഈ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ഹാരിയെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രമാത്രം ഇഷ്ടം അവൻ അതിനോടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യയുടെ പേരാണ് അവൻ ആ ടെലിസ്കോപ്പിന് കൊടുത്തിരിക്കുന്നത്, അന്നബെൽ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ഹാരി ഇപ്പോൾ റോയിനെ വിളിച്ചു ആ ടെലിസ്കോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അവൻ വിളിച്ചപ്പം ഹാരി അവന്റെ കൂടെ പോവുകയും ചെയ്തു. അങ്ങനെ അവർ 2 പേരും കൂടെ ആ ടെലിസ്കോപ്പ് എടുത്തിട്ട് നേരെ കാട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഒരു പ്രത്യേക സ്ഥാനത്ത് അവരത് ഫിക്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ടെലിസ്കോപ്പിന്റെ ആ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയമാകുമ്പോഴേക്കും മൈക്കാണെങ്കിൽ അവന്റെ വലിയൊരു ആന്റിന ആ കാറിന് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റോയ് അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം നേരെ അവന്റെ വണ്ടിക്ക് ഉള്ളിലേക്കാണ് നോക്കുന്നത്. ഇപ്പൊ മൈക്കും കൂടെ അവരുടെ കൂടെ കൂടിയതുകൊണ്ട് അവന്റെയും കൂടെ സാധനങ്ങൾ ആ വണ്ടിയുടെ ഡിക്കിയിലുണ്ട്. തീരെ സ്ഥലമില്ല. അതൊക്കെ കാണുമ്പോൾ റോയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും വേണം. അങ്ങനെ റോയ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ നേരെ അവന്റെ ഡിക്കിക്കുള്ളിലേക്ക് കയറാണ്. അവിടെയാണ് അവന്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സമയം അവൻ മുകൾ ആകാശത്തേക്ക് ഒന്ന് നോക്കി. അവൻ ഈ ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സാറ്റലൈറ്റിനെയാണ്. അതിപ്പം അതിലെ കടന്നു പോകുന്ന സമയമായിട്ടുണ്ട്.
അതുകൊണ്ടാണ് അവനിപ്പോൾ അവന്റെ കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് ഇരുന്നത്. അവൻ അതിനൊന്ന് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഉടനെ തന്നെ അവൻ അവന്റെ കമ്പ്യൂട്ടർ ഓണാക്കി ആ സാറ്റലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ പരിപാടിക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാരി ഇപ്പോൾ വണ്ടിയിലേക്ക് കയറി. എന്നിട്ട് അവനിപ്പം അവന്റെ ലാപ്ടോപ്പ് ഓണാക്കുകയാണ്. ഈ ലാപ്ടോപ്പ് വഴിയാണ് ആ ടെലിസ്കോപ്പിന് അവർക്ക് ആക്സസ് കിട്ടുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് മൈക്കും വണ്ടിയിലേക്ക് കയറി. അവനിപ്പോൾ ഒരു ബോക്സ് കയ്യിലെടുത്തു. അതിനകത്ത് ഈ മിന്റിന്റെ മുട്ടായിയാണ്. ഒരെണ്ണം കഴിക്കുന്നോന്ന് ചോദിച്ചിട്ട് അവനത് റോയ്ക്ക് നേരം നീട്ടി. എന്നാൽ എനിക്കൊന്നും വേണ്ട എന്നാണ് റോയ് പറയുന്നത്. റോയ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം മൈക്കിന് ശരിക്കും വിഷമമായി. എങ്കിലും അവനത് പുറത്ത് കാണിക്കുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ടെന്നും പറഞ്ഞിട്ട് അവൻ ആ മുട്ടായി എടുത്തിട്ട് ഹാരിക്ക് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അതിലൊരെണ്ണം മേടിച്ച് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മൈക്ക് ഇപ്പോൾ അവന്റെ കമ്പ്യൂട്ടർ ഓണാക്കി. ഈ സ്പേസിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നതാണ് ഇവന്റെ പരിപാടി. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മൈക്ക് ഇപ്പോഴും അവന്റെ ഹെഡ്സെറ്റ് വെച്ച് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ആ ഫ്രീക്വൻസി ഇങ്ങനെ മാറ്റുന്നുണ്ട്. അങ്ങനെ കുറേ നേരം മാറ്റിക്കഴിഞ്ഞ് അവനിപ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലെത്തി. അത് 1420 ആണ്. ആ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ എത്തിക്കഴിഞ്ഞപ്പം എന്തൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ആ ഫ്രീക്വൻസി അവിടെ എഴുതി വെക്കുകയും ചെയ്തു. 1420 മെഗാഹെർട്സ്. അങ്ങനെ ആ പരിപാടി കഴിയുമ്പോഴാണ് റോയ് അവിടെ ഇരുന്നിട്ട് കോഫി കുടിക്കുന്നത് മൈക്ക് ശ്രദ്ധിക്കുന്നത്. അവനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കോഫി തരുമോ എന്നാണ് മൈക്ക് ഇപ്പോൾ റോയിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ റോയ് പറയുന്നത് ഇതെന്റെ അവസാനത്തെ കപ്പാണെന്നാണ്. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു മൈക്കിന് ശരിക്കും ചമ്മലായി. ഈ റോയി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ കണ്ണാടിയിൽ നോക്കിയിട്ട് മുമ്പിലിരുന്ന് ഹാരി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ മൈക്കിനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ് എന്ന കാര്യം ഹാരിക്ക് മനസ്സിലായി. ഈ സമയം റോയ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവാണ്. അവൻ പോയി കഴിയുമ്പോൾ ഇവൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാൻ എന്തോ അവനോട് തെറ്റായിട്ട് ചെയ്ത പോലെയാണല്ലോ അവൻ എന്നോട് പെരുമാറുന്നത്. ഇന്നല്ലേ ഞാൻ അവൻ ആദ്യമായിട്ട് കാണുന്നത് എന്നാണ് മൈക്ക് ഇപ്പോൾ ഹാരിയുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നീ അതൊന്നും കാര്യമാക്കണ്ട, അവൻ എല്ലാവരുടെ അടുത്ത് ഇതുപോലെ തന്നെയാണ് എന്നാണ് ഹാരി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഹാരിയും മൈക്കും ഇപ്പോൾ അവരുടെ വർക്കിലേക്ക് കടന്നു. ഇപ്പം മൈക്ക് ഹാരിയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സിസ്റ്റം ഉണ്ടല്ലോ അതൊരു പ്രോട്ടോടൈപ്പാണ്. ഇന്നെങ്കിലും ഞാൻ വിചാരിച്ചൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി കമ്പനി എനിക്ക് വേണ്ടി ഫണ്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ് എന്നാണ് മൈക്ക് പറയുന്നത്. അതേക്കുമ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ട്രൈ ചെയ്തപ്പം നമ്മൾ തൊട്ടടുത്ത് എത്തിയതല്ലേ, അതുകൊണ്ട് ഇത്തവണ എന്തായാലും നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹാരി അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ആ സംസാരത്തിനിടയിൽ മൈക്ക് ഇപ്പോൾ ഹാരിയുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല, നീ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? അത് കേൾക്കുമ്പം ഹാരി അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ ഉൽക്ക വീഴുന്നത് കാണാൻ വേണ്ടി എൻ്റെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത്. അന്ന് ആ കാഴ്ച കണ്ടതിന് ശേഷം പിന്നീട് എനിക്കൊരു തിരിഞ്ഞോട്ടുണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് പഠിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോടൊരു കാര്യം പറയായിരുന്നു. ഈ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും, അതായത് നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്, അതെല്ലാം മുകളിൽ നിന്ന് വന്നതാണ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ആ കാര്യങ്ങളൊക്കെ പറയുമ്പം അതെനിക്ക് വല്ലാത്തൊരു മോട്ടിവേഷനായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ ശരിക്കും പഠിച്ചു. ആസ്ട്രോഫിസിക്സിൽ ഞാനൊരു ഡോക്ടറേറ്റും എടുത്തു. ഇപ്പം നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് എനിക്ക് കാശ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹാരി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പം പുറത്ത് കറങ്ങാൻ പോയ റോയ് തിരിച്ചു വന്നു. അവനിപ്പോൾ വണ്ടിയിലേക്ക് കയറി ഇരിക്കുന്ന കാണുമ്പം അവനൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മൈക്ക് പിന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവൻ ആദ്യം റോയ്ക്കൊരു ഷൈക്കൻഡ് കൊടുത്തു. നമ്മളിതുവരെയായിട്ട് പ്രോപ്പറായിട്ട് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് മൈക്ക് എന്നാണ്. പിന്നെ നിങ്ങളെക്കുറിച്ച് ഹാരി എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഇപ്പം നേരിൽ കണ്ടപ്പം ഒരുപാട് സന്തോഷം. പിന്നെ ഹാരി എന്നോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റിൽ നിങ്ങൾക്കും താല്പര്യമുണ്ടെന്ന്. എന്നാൽ പിന്നെ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ റോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് മൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഡിയോ ആസ്ട്രോണമിയാണ്. സ്പേസിൽ പല ഭാഗങ്ങളിലായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. എന്നാൽ ഈ റേഡിയോ ആസ്ട്രോണമിയിൽ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ നക്ഷത്രങ്ങളുണ്ട്, പൾസാഴ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അവയൊക്കെ റേഡിയോ വേവ്സ് പുറത്തേക്ക് വിടുന്നുണ്ട്. ആ റേഡിയോ വേവ്സ് എല്ലാം ലൈറ്റിനെ പോലെ തന്നെ സ്പേസിലൂടെ ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള റേഡിയോ വേവ്സിനെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചില ഉപകരണങ്ങൾ വെച്ചിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ ഒരു ഉപകരണമാണ് ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സ്പേസിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം റോയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പരിപാടിക്ക് റേഡിയോ ടെലിസ്കോപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും. അതായത് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നിൽ സഞ്ചരിക്കാം. അതായത് ഈ റേഡിയോ ടെലിസ്കോപ്പ് വഴി സ്പേസിൽ നിന്ന് വരുന്ന ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് അതിന് ഇമേജസ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ജീവിക്കുന്ന യൂണിവേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അത്രയും പറഞ്ഞതിന് ശേഷം ഈ റേഡിയോ വേവ്സിൽ നിന്ന് ഇമേജ് ആക്കി മാറ്റിയ ചില ഫോട്ടോസൊക്കെ അവൻ റോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ആദ്യം അവൻ കാണിച്ചു കൊടുക്കുന്നത് ശനിയുടെ ഒരു ഫോട്ടോയാണ്. അടുത്തതായിട്ട് ചന്ദ്രന്റെ ഒരു ഫോട്ടോ, പിന്നെയുള്ളത് കുറച്ച് ഗാലക്സീസ് ആണ്. അതെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ആകാശത്തിന്റെ ഒരു ഫോട്ടോ കൂടെ അവൻ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം റേഡിയോ വേവ്സിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഇമേജസ് ആണ്. ഈ ഒരു പരിപാടി വെച്ച് ഹാരിയുടേതായിട്ടുള്ള ഒരു സെറ്റപ്പ് അവൻ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അവൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോടൈപ്പ്. അങ്ങനെ അവന്റെ ആ പ്രോട്ടോടൈപ്പ് വർക്കായി ഈ സ്പേസിൽ നിന്നും പുതിയതായിട്ട് അവൻ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. അവന് വേണ്ടി എത്ര കാശ് വേണമെങ്കിലും ഫണ്ട് ചെയ്യാൻ അവന്റെ കമ്പനി തയ്യാറാണ്. പക്ഷെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ഇതുവരെ എടുത്ത എല്ലാ പണിയും വേസ്റ്റ് ആണ്. ഒരു സാധാരണ സയന്റിസ്റ്റിനെ പോലെ പിന്നെ അവൻ ജോലി ചെയ്യേണ്ടി വരും.
ഇനി ഇവൻ ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ റേഡിയോ വേവ്സിൽ നിന്നൊക്കെ ഇമേജ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. എന്നാൽ ഇവൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ വഴി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. ഇത്രയും കാര്യങ്ങളാണ് അവന് പ്രൊവൈഡ് എടുത്ത് പറയുന്നത്. അതിനുശേഷം അതൊന്ന് അവന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഭൂമിയിൽ ആകാശത്തിന്റെ ഒരു വിഷ്വല് അവന്റെ കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഇമേജ് ഇപ്പൊ ആകാശത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് കാണിച്ചു കൊടുത്തു കഴിയുമ്പോഴാണ് മൈക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഇമേജിലായിട്ട് വട്ടത്തിൽ എന്തൊരു സാധനമുണ്ട്. ഇതിപ്പോ അവൻ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും അത്ഭുതമായി. അവനത് ഉടനെ തന്നെ ഹാരിക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ ഹാരിക്ക് അത് കണ്ടിട്ട് വലിയ അത്ഭുതം തോന്നുന്നില്ല. അത് ചിലപ്പോൾ ചന്ദ്രനായിരിക്കും, അല്ലെങ്കിൽ വല്ല ഗ്ലിച്ചും ആയിരിക്കും, അല്ലാതെ ഇത്ര അടുത്ത് എന്തുണ്ടാവാനാണ് എന്നാണ് ഹാരി ചോദിക്കുന്നത്. അങ്ങനെ പിന്നെയും പരിശോധിച്ച് കഴിയുമ്പോൾ അതൊരു ഗ്ലിച്ചാണ് എന്ന കാര്യം മൈക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും നിരാശയായി. അങ്ങനെ അതെല്ലാം വിട്ട് അവൻ നേരത്തെ സെറ്റ് ചെയ്ത ആ ഫ്രീക്വൻസി ഉണ്ടല്ലോ 1420, അത് തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് അവന്റെ ഹെഡ്സെറ്റും വെച്ച് അവിടെ കിടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ആ ഫ്രീക്വൻസിയിൽ നിന്നും ഒരു പ്രത്യേക ശബ്ദം വരുന്നത്. അത് വല്ലാത്തൊരു ശബ്ദമായിരുന്നു. അത് കേട്ടതും അവൻ ഞെട്ടി എഴുന്നേറ്റു. ഈ സമയവും ആ ശബ്ദം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ആ ഹെഡ്സെറ്റ് എടുത്തിട്ട് ഹാരിക്ക് കൊടുക്കുകയാണ്. എന്നാൽ ഹാരി ആ ഹെഡ്സെറ്റ് വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. അതിനെ തുടർന്ന് മൈക്ക് ആ ഹെഡ്സെറ്റ് തിരിച്ചു മേടിച്ചു. എന്നിട്ട് ഇപ്പം അവൻ വെച്ച് നോക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നില്ല. മാത്രമല്ല ഇനിയിപ്പോൾ അത് ഹാരിക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവനത് റെക്കോർഡും ചെയ്തിട്ടില്ല. കാരണം ആ ശബ്ദം വന്ന സമയത്ത് അവൻ ഉറക്കമായിരുന്നല്ലോ. ഈ സമയം മൈക്ക് പറയുന്നത്, ഞാൻ ആ ശബ്ദം ശരിക്കും കേട്ടതാണ്. ഈ 1420 ഫ്രീക്വൻസി നിനക്ക് അറിയത്തില്ലേ, അത് വാട്ടർ ഹോളാണ്. ആ ഫ്രീക്വൻസിയിൽ നിന്നാണ് ആ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമാണ് എന്നാണ് മൈക്ക് പറയുന്നത്. ഈ വാട്ടർ ഹോൾ എന്താന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അവൻ അങ്ങനെ പറയുമ്പം ഹാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പം കേട്ടത് പൾസാറിൽ നിന്നുള്ള ശബ്ദമായിരിക്കുന്നതാണ്. ഈ പൾസാർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രോൺ സ്റ്റാറിനെയാണ്. എന്നാൽ ഹാരി അങ്ങനെ പറയുമ്പോൾ മൈക്ക് വിട്ടുകൊടുക്കുന്നില്ല. നീ പൾസാറിനെ കുറിച്ചിട്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഡെയിലി അതിൽ നിന്ന് വരുന്ന ശബ്ദം ഞാൻ കേൾക്കാറുള്ളതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. പക്ഷെ ഇപ്പം അതെനിക്ക് എങ്ങനെയാണ് നിന്നെ തെളിയിച്ചു തരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നാണ് മൈക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇപ്പം വാട്ടർ ഹോൾ ഫ്രീക്വൻസിയിൽ നിന്നാണ് ആ ശബ്ദം വന്നിരിക്കുന്നതെങ്കിൽ നീ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും. കാരണം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഫ്രീക്വൻസിയാണ് ഈ വാട്ടർ ഹോൾ. അതുകൊണ്ട് ഇനി നീ അതിനെക്കുറിച്ച് ഓർത്തിട്ട് തല ഉണ്ടാക്കണ്ട. എനിക്കിപ്പോൾ ടെലിസ്കോപ്പിൽ ചില കാര്യങ്ങൾ ചെയ്യാണ്ട്, നീ എന്തായാലും ഇതിന്റെ വർക്ക് തുടരും, ഞാൻ അവിടെ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഹാരി അവിടുന്ന് പുറത്തേക്ക് പോവാണ്. എന്നാൽ ഹാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മൈക്ക് അത് വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് ഹാരി ഇപ്പോൾ അവിടുന്ന് പോയി കഴിയുമ്പോൾ അവന്റെ മൈക്ക് എടുത്തു. എന്നിട്ട് അതേ ഫ്രീക്വൻസിയിൽ അവനൊരു വോയിസ് റെക്കോർഡ് ചെയ്തയക്കുകയാണ്. അതിലവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലോകത്തിലെ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹായ് തരാണ്. എന്റെ പേര് മൈക്ക് വെബ്സ്റ്റർ. ഞാനുള്ളത് ഭൂമി എന്ന ഗ്രഹത്തിലാണ്. ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല. നിങ്ങളിപ്പോൾ മുകളിലുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, 1:33 നിങ്ങളിൽ നിന്ന് വന്ന ശബ്ദ സന്ദേശത്തിന് ഞങ്ങൾ ഒരു റെസ്പോൺസ് തരുന്നതാണ്. അതെ, നിങ്ങളുടെ സിഗ്നൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് അവൻ മെസ്സേജ് അയക്കുന്നത്. എന്നാൽ അവൻ മെസ്സേജ് അയച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത്രയും നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന റോയ് എഴുന്നേക്കുന്നത്. ഇപ്പൊ അവൻ സംസാരിച്ചൊക്കെ റോയും കേട്ടിട്ടുണ്ട്. അവന് ശരിക്കും ചിരിയാണ് വരുന്നത്. ഓ, അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ അത് ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ചയച്ചത് എന്നാണ് റോയ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ മൈക്കാണെങ്കിൽ ശരിക്കും ചമ്മിപ്പോയി. ദയവ് ചെയ്ത് ഈ കാര്യം ഹാരിയുടെ അടുത്ത് പറയരുത് എന്നാണ് മൈക്ക് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഹാരി തിരിച്ചെത്തി. പക്ഷെ റോയ് ഇപ്പം ആ കാര്യങ്ങളൊന്നും ഹാരിയുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ആ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ പേര് ഗുഡ്മാൻ എന്നാണ്. അതിപ്പോ കടന്നു പോകുന്ന സമയമായിട്ടുണ്ട്. അതുകൊണ്ട് റോയ് ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരിയുടെ ടെലിസ്കോപ്പ് വഴി ആ ഗുഡ്മാൻ എന്ന സാറ്റലൈറ്റിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അവൻ ആ ടെലിസ്കോപ്പ് ചെറുതായിട്ട് തിരിച്ചു. ഇപ്പൊ റോയ്ക്ക് അവന്റെ കമ്പ്യൂട്ടറിൽ ആ സാറ്റലൈറ്റ് അതിലെ വരുന്ന കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ അതിനെ സൂം ചെയ്ത് നോക്കുകയാണ്. ഈ റോയ്ക്ക് അതിനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ആ സാറ്റലൈറ്റ് അപ്രത്യക്ഷമാവുന്നത്. അത് കാണുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അവൻ ആ കാര്യം ഉടനെ തന്നെ ഹാരിയുടെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ ഹാരി അവന്റെ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ആ സാറ്റലൈറ്റ് അവിടെ തന്നെ ഉണ്ട്. ആ കാര്യം അവൻ റോയുടെ അടുത്ത് പറയുകയും ചെയ്തു. ഹാരി അത് പറഞ്ഞു കഴിഞ്ഞിട്ട് റോയ് നോക്കുമ്പോൾ ആ സാറ്റലൈറ്റിനെ അവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സാറ്റലൈറ്റ് ഒന്നും അങ്ങനെ അപ്രത്യക്ഷമാവത്തില്ല, നിന്റെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്നാണ് ഹാരി പറയുന്നത്. എന്നാൽ റോയ് വിട്ടുകൊടുക്കുന്നില്ല. ഒരു സെക്കൻഡ് നേരത്തേക്കാണെങ്കിലും അത് അപ്രത്യക്ഷമായത് ഞാൻ കണ്ടതാണ് എന്നാണ് റോയ് പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ മൈക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? അതൊരു സാറ്റലൈറ്റ് അല്ലേ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്നാണ് മൈക്ക് ചോദിക്കുന്നത്. എന്നാൽ മൈക്കിന്റെ ആ ചോദ്യം റോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വെറും ഒരു സാറ്റലൈറ്റോ, നീയൊക്കെ ആരാന്നാ നിന്റെ വിചാരം? ഈ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നത് എന്നതിനെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയോ? ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നീയൊക്കെ കാരണമാണ് എന്റെ ജോലി പോയത് എന്നും പറഞ്ഞിട്ട് റോയ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അവനവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ എന്ത് വർത്താനാണ് പറഞ്ഞത്? ഞാൻ കാരണം അവന്റെ ജോലി പോയെന്നോ? അതെന്താണ് സംഭവം എന്നാണ് മൈക്ക് ചോദിക്കുന്നത്. ഈ സമയം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഹാരി ഇപ്പം മൈക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻസാറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി റോയെ ജോലിക്കെടുത്തു, അവരുടെ ഏവിയേഷൻ എഞ്ചിനീയർ ആയിട്ട്. അവിടെ വെച്ചിട്ടാണ് ഹാരി റോയിനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ഈ ഹാരിയും എൻസാറ്റ് എന്ന കമ്പനിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവർക്കൊരു കോൺട്രാക്ട് കിട്ടുന്നത്, ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർ ആ കോൺട്രാക്ട് എടുക്കുകയും ചെയ്തു, റോയിനെ അതിനെ ഹെഡ് ആക്കുകയും ചെയ്തു.
അങ്ങനെ അവൻ അതിന്റെ പണി ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷമാണ് ആസ്ട്രേസ് എന്ന് പറയുന്ന കമ്പനി, അതായത് ഈ മൈക്ക് വർക്ക് ചെയ്യുന്ന കമ്പനി, അവർ ഈ എൻസാറ്റ് ഏറ്റെടുക്കുന്നത്. ആ കമ്പനി ആ എൻസാറ്റ് ഏറ്റെടുത്ത സമയം ആ സാറ്റലൈറ്റിന്റെ 99% പണിയും ഈ റോയും ടീമും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം ഈ ആസ്ട്രേസ് എന്ന് പറയുന്ന കമ്പനി റോയിനെ അവന്റെ ടീമിനെ ഫയർ ചെയ്തു. മാത്രമല്ല ആ സാറ്റലൈറ്റ് ഉണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് അവർ മാത്രം എടുക്കുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, ആ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് പോലും അവർ റോയിനൊന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. റോയ് ആണെങ്കിൽ വല്ലാത്തൊരു ഷോക്കിലായിരുന്നു. ഈ റോയ്ക്ക് ഹാരിയോടുള്ള ഒരു ഇഷ്ടക്കേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പോഴും ആ ആസ്ട്രേസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല മൈക്കും ആ കമ്പനിയിൽ തന്നെയാണ്. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരെ കണ്ടാലും ഈ റോയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ടാണ് അവൻ ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഈ ഒരു കാര്യമാണ് ഹാരി ഇപ്പോൾ മൈക്കിൻ്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ മൈക്കിനും ശരിക്കും സങ്കടമായി. ഇതേ സമയം തന്നെ റോയ് ആണെങ്കിൽ പുറത്തു നിന്നും ആ സാറ്റലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ സാറ്റലൈറ്റ് അതിലെ മൂവ് ആവുന്നത് അവന് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ റോയ് ഇപ്പോൾ അവരുടെ വണ്ടിയിലേക്ക് തിരിച്ചെത്തി. താൻ കുറച്ചു മുമ്പ് മൈക്കിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയായില്ല എന്ന കാര്യം അവന് മനസ്സിലായി. മാത്രമല്ല ഇപ്പം അവന് അവരോടുള്ള ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കപ്പ് കോഫി എടുത്തിട്ട് മൈക്കിന് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ ദേഷ്യം മാറി എന്ന കാര്യം മൈക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ആ കോഫി മേടിച്ചു. എന്നിട്ട് അവൻ കുറച്ച് കോഫി കുടിച്ചതിന് ശേഷം അത് അവൻ ഹാരിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ റോയിന്റെ ദേഷ്യമൊക്കെ മാറിയെന്ന് മനസ്സിലാവുമ്പോൾ അവർക്കൊക്കെ ശരിക്കും സന്തോഷമായി. അവർ 3 പേരും കൂടെ റേഡിയോ ഓണാക്കി അതിലെ പാട്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞു. മൈക്ക് ഇപ്പം നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്നാണ് അവിടെ വെച്ചിരിക്കുന്ന അവരുടെ ഹെഡ്സെറ്റിൽ നിന്നും ശബ്ദം കേൾക്കുന്നത്. അതോടുകൂടെ അവൻ ഞെട്ടി എഴുന്നേറ്റു. ഈ സമയം അവൻ നോക്കുമ്പോൾ ഹാരിയും റോയും ആ വണ്ടിക്കകത്തില്ല. അവരെന്തോ കാര്യത്തിന് പുറത്തു പോയതാണ്. എന്നാൽ ആ ഹെഡ്സെറ്റിൽ നിന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശബ്ദം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് നോക്കുകയാണ്. അവൻ കുറച്ചു മുമ്പ് ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഭൂമിയിൽ നിന്നാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞാൻ കാര്യം പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേ മെസ്സേജ് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ അതിൽ ചില റീമിക്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. റോബോട്ടിന്റെ സൗണ്ടിലാണ് ഇപ്പം മെസ്സേജ് തിരിച്ചു വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. ഈ സമയത്താണ് റോയും ഹാരിയും തിരിച്ചു വരുന്നത്. അവൻ അത് ലൗഡ് സ്പീക്കറിലിട്ടിട്ട് അവർക്കും കേൾപ്പിച്ചു കൊടുത്തു. എന്നാൽ അവൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച കാര്യം ഹാരിക്ക് അറിയത്തില്ലല്ലോ. റോയ് മാത്രമാണല്ലോ അത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സംഭവം എന്നാണ് ഹാരി ചോദിക്കുന്നത്. ഈ സമയം അവൻ പറയുന്നത് കുറച്ചു മുമ്പ് 1420 ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ആ വാട്ടർ ഹോൾ ഫ്രീക്വൻസിയിൽ ഞാനൊരു മെസ്സേജ് അയച്ചു. അവിടെ നിന്ന് എനിക്കിപ്പോൾ തിരിച്ചൊരു മെസ്സേജ് വന്നിരിക്കുകയാണ് എന്നാണ് മൈക്ക് പറയുന്നത്. ഈ സമയം ആ മെസ്സേജ് കേട്ടതിന് ശേഷം റോയ് പറയുന്നത് ഇത് നീ അങ്ങോട്ട് അയച്ച മെസ്സേജ് അല്ലേ, അത് തന്നെയാണല്ലോ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ അവിടെയുള്ള എന്തെങ്കിലും തട്ടിയിട്ട് ബൗൺസ് ചെയ്തായിരിക്കും എന്നാണ് റോയ് പറയുന്നത്. എന്നാൽ മൈക്ക് അത് സമ്മതിക്കുന്നില്ല. ഒരിക്കലും ഇത് ബൗൺസ് ചെയ്ത് തിരിച്ചു വന്നതല്ല എന്നവൻ ഉറപ്പിച്ചു പറയാണ്. അവൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ മെസ്സേജ് അയച്ചത് 1:33-നാണ്. എന്നാൽ മെസ്സേജ് അവന് തിരിച്ച് റിസീവ് ആയിരിക്കുന്നത് 2:58-ന്. അതായത് അവൻ മെസ്സേജ് അയച്ചതിന് ശേഷം അവന് മെസ്സേജ് റിസീവ് ആയപ്പം 85 മിനിറ്റ് എടുത്തു. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ട് 42 മിനിറ്റും ഇങ്ങോട്ട് 42 മിനിറ്റും. ഇനിയിപ്പോൾ ഇത് ബൗൺസ് ആയതാണെങ്കിൽ എവിടെ തട്ടിയായിരിക്കും ഇങ്ങോട്ട് തിരിച്ചു വരിക? അയണോസ്ഫിയറിൽ തട്ടിയിട്ടാണ് ഈ മെസ്സേജ് ബൗൺസ് ആയതെങ്കിൽ അത് മില്ലി സെക്കൻഡ് കൊണ്ട് ഇങ്ങോട്ട് റിസീവ് ആവും. ഇനിയിപ്പോൾ ചന്ദ്രനിൽ തട്ടിയിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ അതിന് 1 സെക്കൻഡ് എടുക്കത്തുള്ളൂ. പിന്നെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ജുപ്പിറ്റർ ഉണ്ട്. ജുപ്പിറ്ററിൽ തട്ടിയിട്ട് മെസ്സേജ് തിരിച്ചു വരികയാണെങ്കിൽ അതിന് 30 മിനിറ്റ് എടുക്കും. പിന്നെയുള്ളത് ശനിയാണ്. പക്ഷെ ശനിയിൽ തട്ടി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 70 മിനിറ്റ് എടുക്കും. ആകെ ഇവർക്ക് 42 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇപ്പം 42 മിനിറ്റ് ആയ സ്ഥിതിക്ക് ജുപ്പിറ്ററിന്റെയും ശനിയുടെയും നടുക്കിലുള്ള എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അവിടെയാണെങ്കിൽ എംറ്റിയും ആണ്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് ബൗൺസ് ആയതല്ല എന്നവൻ ഉറപ്പിച്ചു പറയുന്നത്. അത് ശരിയാണ് എന്ന കാര്യം അവർക്കും മനസ്സിലായി. അങ്ങനെ ഈ ഒരു മെസ്സേജിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മൈക്ക് വേഗം അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ആ ഫ്രണ്ടിന്റെ പേര് ഡേവ് എന്നാണ്. അവൻ വർക്ക് ചെയ്യുന്നത് സേറ്റിയിലാണ്. ഈ സേറ്റിയിലാണ് ഏലിയൻസിനെ കുറിച്ചുള്ള റിസർച്ച് ഒക്കെ നടക്കുന്നത്. അതായത് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്. അങ്ങനെ ഡേവിന് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പം മൈക്ക് ഇപ്പം ഡേവിന് ആ ഫ്രീക്വൻസി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അത് ചെക്ക് ചെയ്യാനാണ് മൈക്ക് ഇപ്പം പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ഇത് വാട്ടർ ഹോൾ അല്ലേ എന്നാണ് ഡേവിന്റെ ചോദ്യം. അങ്ങനെ ഡേവ് ഇപ്പം ആ ഫ്രീക്വൻസിയിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ റോയും കേൾക്കുന്നുണ്ട്. ഫോൺ ലൗഡ് സ്പീക്കറിലാണ്. ഫോൺ ഇരിക്കുന്നതാണെങ്കിൽ റോയുടെ കയ്യിലും. ഇപ്പം റോയ് മൈക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് ഈ വാട്ടർ ഹോൾ എന്നാണ്. ഈ സമയം വാട്ടർ ഹോൾ എന്താണ് എന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ടല്ലോ, അതിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതാണ്. അതിൽ നിന്നൊരു ഇന്റലിജന്റ് സിഗ്നൽ സ്പോട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ 1420 മെഗാഹെഡ്സ് ആ ഒരു ഫ്രീക്വൻസിയിൽ മാത്രം വേറെ ഒരു ഡിസ്റ്റർബൻസും വരത്തില്ല. സൈലന്റ് ആയിട്ടുള്ള ഒരു ടണൽ എന്നാണ് അതിനെ സയന്റിസ്റ്റുകൾ പറയുന്നത്. അവിടെ ഒരു നോയ്സും ഉണ്ടാവത്തില്ല. അതിനെയാണ് ഈ വാട്ടർ ഹോൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സ്പേസിലേക്ക് ഒരു സിഗ്നൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ഹോൾ ആണ് ഏറ്റവും നല്ല ചാൻസ്. ഈ ഒരു വിശദീകരണമാണ് മൈക്ക് ഇപ്പോൾ റോയ്ക്ക് കൊടുക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഡേവ് ആണെങ്കിൽ ആ ഫ്രീക്വൻസി ഒക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് അവൻ പറയുന്നത് ഇതിൽ നിന്നും എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. മാത്രമല്ല ഒരുപക്ഷെ നിന്റെ സിസ്റ്റത്തിന് വല്ല കംപ്ലൈൻറ്റും പറ്റിയതായിരിക്കും എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ കംപ്ലൈൻറ്റ് പറ്റിയെന്നോ, എനിക്കിവിടെ ഒരു വോയിസ് മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്, വേണമെങ്കിൽ നിനക്കത് കേൾപ്പിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവൻ അവൻ്റെ ഫോണിലൂടെ ആ ശബ്ദം ഡേവിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ നീ എന്താ തമാശ പറയാണോ, ഇതുപോലൊരു ശബ്ദമൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാനും പറ്റത്തില്ല, പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വേറെ ചില പണികൾ തീർക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാമെന്നും പറഞ്ഞിട്ട് ഡേവ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു.
ഇപ്പൊ മൈക്കിനും ടീമിനും ഒരു കാര്യം മനസ്സിലായി, ആ മെസ്സേജ് റിസീവ് ആയിരിക്കുന്നത് ഇവർക്ക് മാത്രമാണ്. അങ്ങനെ അവർ പിന്നെയും അതിലിങ്ങനെ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റോയ് ഒരു കാര്യം ചോദിക്കുന്നത്, അല്ല നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മെസ്സേജ് നീ അയച്ച അതേ മെസ്സേജ് തന്നെയാണല്ലോ, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നാണ് റോയ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു മുന്നറിയിപ്പ് എന്തെങ്കിലും ആയിരിക്കും. ഒരേപോലെയാണ് ഇരിക്കുന്നതെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആരോ നമുക്ക് അയച്ച മെസ്സേജാണത്. മാത്രമല്ല ഇത് സത്യവുമാണ്. ഇനിയിപ്പോൾ ഇത് എൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ പല കാര്യത്തിലും മാറ്റം വരും എന്നാണ് മൈക്ക് പറയുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ശരിക്കും ആ സിഗ്നലിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആവണം. പക്ഷെ അവരുടെ മെയിൻ ആന്റിന സെറ്റ് ചെയ്തിരിക്കുന്നത് അവരിപ്പോൾ ഇരിക്കുന്ന കാറിന്റെ മുകളിലാണ്. പക്ഷെ അതിന് പവർ പോരാ, അതുകൊണ്ട് കുറച്ചുകൂടെ വലിയ ആന്റിന വേണം. എന്നാൽ അവരുടെ കയ്യിലാണെങ്കിൽ വലിയ ആന്റിന ഇല്ല. എങ്കിലും അവർക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ആ കാർഡിന്റെ പല ഭാഗങ്ങളിലായിട്ട് വേറെ 2 ആന്റിന സ്ഥാപിക്കണം. അതായത് ഇവരുടെ കാർ ഇരിക്കുന്നതിൽ നിന്നും ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് മറ്റേ 2 ആന്റിനകൾ സ്ഥാപിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സിഗ്നൽ കിട്ടും. അതിനുവേണ്ടി ഓരോരോ ആന്റിന എടുത്തിട്ട് റോയും ഹാരിയും വേഗം കാട്ടിലേക്ക് പോവാണ്. ആ ട്രയാങ്കിൾ ഷേപ്പ് വരാൻ വേണ്ടി കാട്ടിലെ 2 ഭാഗങ്ങളിലേക്കാണ് റോയും ഹാരിയും പോയിരിക്കുന്നത്. അങ്ങനെ കുറെ സെർച്ച് ചെയ്ത് അവർ കറക്റ്റ് ഒരു സ്പോട്ടിൽ എത്തിക്കഴിയുമ്പോൾ മൈക്കിന് ആ സിഗ്നൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ തുടങ്ങി. അവന്റെ വയർലെസ് വഴി അത് ബാക്കിയുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ ആന്റിനയുടെ ഒക്കെ പൊസിഷൻ റെഡി ആയതുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനാണ് മൈക്ക് ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് റോയും ഹാരിയും അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആ ആന്റിന ഫിക്സ് ചെയ്യാണ്. എന്നാൽ ഈ സമയത്താണ് മൈക്കിനൊരു പണി കിട്ടുന്നത്. അവിടെ എന്തോ ഒരു സ്പൈക്ക് ഉണ്ടായി. അതിനെ തുടർന്ന് അവന്റെ സിസ്റ്റം മൊത്തം ഓഫായി പോവാണ്. മാത്രമല്ല അവിടുത്തെ കറണ്ടും കട്ടായി. എന്താണ് സംഭവിച്ചത് എന്ന് അവനൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് എത്തി. അവർ വന്നിട്ട് അതിന്റെ ബാക്കപ്പ് പവർ ഓൺ ആക്കുകയാണ്. അതോടുകൂടെ അവന്റെ സിസ്റ്റം ഓണായി. എന്നാൽ അതിലെന്തോ എററാണ് കാണിക്കുന്നത്. ഡാറ്റാസ് ഒക്കെ മിസ്സായി എന്നും പറഞ്ഞിട്ട്. മാത്രമല്ല അവർക്കിപ്പോൾ സിഗ്നലും കിട്ടുന്നില്ല. ഈ സമയം മൈക്ക് അവന്റെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് അതൊന്നുകൂടെ റീബൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മെമ്മറി ലോസ് ആയി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഓൾറെഡി അവർക്ക് നല്ല കൃത്യമായിട്ടുള്ളൊരു സിഗ്നൽ കിട്ടിയതാണ്. അത് അവർ കേൾക്കുകയും ചെയ്തു. പക്ഷേ ഈ മെമ്മറിയൊക്കെ കറപ്റ്റഡ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവന്റെ കമ്പനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുമില്ല. അവന്റെ പ്രോഗ്രാം ഇപ്പോൾ മൊത്തത്തിൽ ഫെയിൽ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിരാശയോടെ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ അവൻ വളരെ വിഷമിച്ച് അവിടെ പുറത്തൊരു സ്ഥലത്തിരിക്കുകയാണ്. ഈ സമയത്താണ് റോയ് അവന്റെ അടുത്തേക്ക് വരുന്നത്. റോയ് ഇപ്പം അവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ വന്നിരുന്നിട്ട് നീ എന്ത് കാണിക്കാണ് മൈക്ക്? നീ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ട് നിനക്ക് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ ഈ ജീവിതകാലത്തിൽ ഞാൻ 2 തരം സയന്റിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്. അതിലൊരു ടീം ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യമാണ് അവർ അന്വേഷിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളവര് സ്പേസിലുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ടീമും ഒരേ കാര്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. നമ്മളാരാണ്, നമ്മൾ എന്താണ്, ഇതെല്ലാം കൊണ്ട് എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ്. ഞാൻ ഒരിക്കലും പുതിയ കാര്യങ്ങളൊന്നും തേടി പോകാറില്ല. എനിക്കറിയുന്ന എന്താണോ അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നിന്നെപ്പോലുള്ള ആൾക്കാർ അങ്ങനെയല്ല. നമുക്കറിയാവുന്ന കാര്യത്തിന്റെ പല ബൗണ്ടറികളും ഭേദിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതിനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ വളരെ ചെറുതാണ്. നീ ഇപ്പൊ കണ്ടുപിടിച്ച ഈ സിഗ്നൽസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. എന്നെ സംബന്ധിച്ച് അതൊരു സയൻസ് ഫിക്ഷൻ ആണ്. പക്ഷെ നമുക്ക് മാത്രമാണ് ഈ സിഗ്നൽ റിസീവ് ആവുന്നതെങ്കിൽ ഇത് ബാക്കിയുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഏലിയൻസുമായിട്ടുള്ള ആദ്യത്തെ കോണ്ടാക്ട് ആണെങ്കിൽ നമുക്ക് മാത്രമേ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാനും പറ്റത്തുള്ളൂ. നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാലം മനുഷ്യർ കണ്ട സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവരറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഒരർത്ഥം ഉണ്ടാവും. ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാനേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിന്റെ മാത്രം കൈകളിലാണ്. അതുകൊണ്ട് ഇവിടെ നീ എടുക്കുന്ന ഒരു തീരുമാനമാണ് മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാകാൻ പോകുന്നത്. ഈ ഒരു കാര്യമാണ് റോയ് ഇപ്പം മൈക്കിന്റെ അടുത്ത് പറയുന്നത്. അവനത് വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ റോയ് പറഞ്ഞു കഴിയുമ്പോൾ മൈക്കും റോയിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അവനിപ്പോൾ ഹാരിയുടെ അടുത്തൊരു ദേഷ്യം ഉണ്ടല്ലോ, അതിന് കാരണം ഹാരി ആസ്ട്രിയസ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ ഇവൻ അറിയാത്തൊരു കാര്യമുണ്ട്. റോയ് വിചാരിക്കുന്ന പോലെ ഹാരി ഇപ്പം ആസ്ട്രിയസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല. അന്ന് റോയിനെ ഫയർ ചെയ്തതിന് ശേഷം ആ ഒരു കാരണം കൊണ്ട് ഹാരി അവിടുന്ന് റിസൈൻ ചെയ്യായിരുന്നു. പക്ഷെ അവൻ ആ കാര്യം ആരെയും അറിയിച്ചിട്ടില്ല. ആ കാര്യം ഇപ്പം മൈക്ക് പറയുമ്പോഴാണ് റോയ് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഹാരിയോട് സംസാരിക്കാൻ വേണ്ടി റോയ് ഇപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. അതിൽ ഈ സമയം ഹാരി അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ആ തൊപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ആ ടെലിസ്കോപ്പിന്റെ അടുത്തേക്കാണ് പോയിരിക്കുക എന്ന കാര്യം റോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ റോയ് വേഗം ആ ടെലിസ്കോപ്പിന്റെ അടുത്തേക്ക് പോവാണ്. അവൻ വിചാരിച്ച പോലെ ഹാരി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയം നീ അവിടെ നിന്ന് റിസൈൻ ചെയ്ത കാര്യമൊന്നും എന്തുകൊണ്ട് എന്നോട് നീ പറഞ്ഞില്ല എന്നാണ് റോയ് ചോദിക്കുന്നത്. റോയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവർ നിന്നോട് ചെയ്തൊന്നും ശരിയായില്ല, അതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത് എന്ന് മാത്രമാണ് ഹാരി ഇപ്പോൾ പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം റോയ്ക്കും പിന്നെ ഒന്നും പറയാനില്ല. എന്നാൽ ഈ സമയം റോയ് അവന്റെ തൊപ്പി എടുത്തിട്ട് ഹാരിക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അവനാണെങ്കിൽ അത് മേടിച്ച് വെക്കുകയും ചെയ്തു. ഈ സമയം അവൻ പറയുന്നത്, ഞാൻ ഈ തൊപ്പി വെച്ചിട്ട് എന്താണ് കാര്യം, നിന്റെ കയ്യിൽ നിന്റെ തൊപ്പിയില്ലല്ലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആര് പറഞ്ഞില്ലാന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും അവന്റെ തൊപ്പി എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയൊരു ടീമിനുണ്ടാക്കി സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്.
അങ്ങനെ ഹാരിയുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം റോയ് നേരെ പോകുന്നത് മൈക്കിന്റെ അടുത്തേക്കാണ്. അതിനെ തുടർന്ന് അവൻ ഒരു തൊപ്പി എടുത്തിട്ട് ഇപ്പൊ മൈക്കിനും കൊടുക്കുകയാണ്. അവനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അത് മേടിച്ചു വെക്കുകയും ചെയ്തു. ഇപ്പൊ അവരുടെ ടീമിൽ 3 ആൾക്കാരായി. അങ്ങനെ എല്ലാവരും ഇപ്പൊ തിരിച്ച് വണ്ടിയിലേക്ക് കയറി. നേരത്തെ ആ സാറ്റലൈറ്റ് അപ്രത്യക്ഷമായല്ലോ, അതിലെന്തോ ഒരു കാര്യം ഇപ്പോൾ അവർക്ക് സംശയം തോന്നുന്നുണ്ട്. ഇപ്പൊ ആ സാറ്റലൈറ്റ് വീണ്ടും അങ്ങോട്ട് വരാനായിട്ടുണ്ട്. അതുകൊണ്ട് ആ സാറ്റലൈറ്റിനെയാണ് ഇപ്പൊ അവർ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ പരിശോധനയിൽ 30 സെക്കൻഡ് നേരത്തേക്ക് ആ സാറ്റലൈറ്റ് പിന്നെ അപ്രത്യക്ഷമായി. അതിൽ നിന്നും ആ സാറ്റലൈറ്റ് കടന്നു പോകുന്ന ഭാഗത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ സാധാരണ രീതിയിൽ നോക്കിയിട്ട് അതെന്താണ് സംഭവം എന്ന കാര്യം അവർക്ക് കാണാനും പറ്റുന്നില്ല. അങ്ങനെ അവർ അടുത്തതായിട്ട് ചെയ്യുന്നത്, ഈ സിനിമയുടെ തുടക്കത്തിൽ മൈക്ക് കാണിച്ച ആ സ്കൈ മാപ്പ് ഉണ്ടല്ലോ, അതിലെന്തോ ഒരു ഗ്ലിച്ച് പോലെ കണ്ടിട്ടില്ലായിരുന്നു. വട്ടത്തിലൊരു സാധനം, അത് ഗ്ലിച്ച് അല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ആ വട്ടത്തിൽ കാണുന്ന ആ ഭാഗമാണ് ഇപ്പൊ ആ സാറ്റലൈറ്റ് മറയ്ക്കുന്നത്. എന്നാൽ സാധാരണ രീതിയിൽ അവർ ആ ടെലിസ്കോപ്പ് വഴി അങ്ങോട്ട് നോക്കിയപ്പോൾ അവർക്കത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇൻഫ്രാറെഡ് വഴിയാണ് ഇപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്നും നേരെ ആകാശത്തായിട്ട് വട്ടത്തിലുള്ള വലിയ എന്തോ ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം റോയ് ചോദിക്കുന്നത്, അപ്പോൾ ബാക്കിയുള്ള ആരും തന്നെ ഈ ഒരു സാധനത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ലേ എന്നാണ് അവന്റെ ചോദ്യം. അതേക്കുമ്പോൾ സ്പേസിൽ ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട് റോയ്. നമ്മളെ സംബന്ധിച്ച് ഇത് വലുതാണെങ്കിലും സ്പേസിനെ സംബന്ധിച്ച് ഇത് വളരെ ചെറുതാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത് എൻ്റെ ടെലിസ്കോപ്പിലെ ഇൻഫ്രാറെഡ് വഴി ചെക്ക് ചെയ്തിട്ടാണ്. മാത്രമല്ല ഇതൊരു നിഴലിന്റെ രൂപത്തിലിരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവരാരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല എന്നാണ് ഹാരി പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നത്. ഈ മൈക്കിന്റെ പ്രോഗ്രാം ഉണ്ടല്ലോ, അവന്റെ പ്രോട്ടോടൈപ്പ്, അതിലാണല്ലോ അവന്റെ സ്കൈന്റെ ഇമേജ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ കറുത്ത ഡോട്ടിൽ നിന്നും എന്തോ ഒരു ട്രാൻസ്മിഷൻ വരാൻ തുടങ്ങി. ഇപ്പൊ അതൊക്കെ അവന്റെ കമ്പ്യൂട്ടറിലേക്ക് റിസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരത് പരിശോധിക്കുമ്പോൾ അതൊരു ബൈനറി കോഡാണ്. അത് കാണുന്ന റോയ് ചോദിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇവർ ബൈനറിയിൽ ട്രാൻസ്മിഷൻ അയക്കുന്നതെന്നാണ്. അതേക്കുമ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് മാത്സ് ആണ്. നീ എവിടെ നിന്ന് വന്നാണെങ്കിലും അവിടെ രണ്ടും എപ്പോഴും 4 തന്നെ ആയിരിക്കും. ഒരു ഏലിയന് സ്പേസിലൂടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാത്സ് അറിഞ്ഞേ പറ്റൂ. മാത്രമല്ല മറ്റൊരു ഏലിയൻസിന് അത് ഇന്റർസെപ്റ്റ് ചെയ്യണമെങ്കിലും അവർക്ക് മാത്സ് അറിയണം. അതുകൊണ്ടാണ് അവർ ബൈനറി കോഡിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മൈക്ക് പറയുന്നത്. മാത്രമല്ല ഈ ഒരു അവസരത്തിൽ റോയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ ഹാരി പറയുന്നുണ്ട്. അത് അരീസിബോ എന്നു പേരുള്ള ഒരു കോഡാണ്. 1970 ഭൂമിയിൽ നിന്നും സ്പേസിലേക്ക് ഒരു ബൈനറി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് അരീസിബോ എന്നു പേരുള്ള ഒരു ഒബ്സർവേറ്ററിയിൽ നിന്നാണ്. അതിൽ 1679 ഡിജിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള പല കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഏലിയൻ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന കാര്യം ഏലിയൻസിന് മനസ്സിലാവും. ഈ ഒരു കാര്യമാണ് ഹാരി ഇപ്പോൾ റോയുടെ അടുത്ത് പറയുന്നത്. അവനത് പറഞ്ഞു തരുമ്പോഴേക്കും അവർ ആ മെസ്സേജ് ഒക്കെ റിസീവ് ചെയ്തു. ഇപ്പൊ അവർ നോക്കുമ്പോൾ അതിലും 1679 ഡിജിറ്റ്സ് ആണുള്ളത്. ഇനിയിപ്പോൾ അത് ഡീകോഡ് ചെയ്യണം. ആ കാര്യമാണ് മൈക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് അവൻ ആ അരീസിബോ എന്ന മെസ്സേജും കൂടെ അവന്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തു. ഇപ്പൊ അവന്റെ കമ്പ്യൂട്ടറിൽ ഇടതുഭാഗത്ത് കാണിക്കുന്നതാണ് അരീസിബോ എന്ന് പറഞ്ഞ മെസ്സേജ്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ആ പ്രോഗ്രാം ഒക്കെ റൺ ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ അവരിപ്പോൾ റിസീവ് ചെയ്ത മെസ്സേജ് ഇങ്ങനെ വിസിബിൾ ആവാൻ തുടങ്ങി. എന്നാൽ അതിന്റെ മുകൾ ഭാഗമൊക്കെ ഇപ്പൊ ഈ അരീസിബോ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ അവസാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് മാറ്റമുണ്ട്. അതിൽ നിന്നും ഈ അരീസിബോയ്ക്കുള്ള ഒരു റിപ്ലൈ ആണ് ഈ മെസ്സേജ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ ഇവര് റിസീവ് ആയിരിക്കുന്നത് ഏലിയൻസിന്റെ മെസ്സേജ് ആണ്. അവരെങ്ങനെയുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് ആ മെസ്സേജിൽ കാണിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു കണ്ടെത്തലാണ്. ഇത് പുറം ലോകത്തെ അറിയിച്ചു കഴിഞ്ഞാൽ മൈക്കിനെ സംബന്ധിച്ച് വളരെ നേട്ടവുമാണ്. കാരണം അവനാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് അവന്റെ ബാറ്ററി ലോ ആവുന്നത്. ഇനി വെറും 10% ഉള്ളൂ. അതിനുള്ളിൽ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പം അവർക്ക് ഇവിടെ എവിടെയും ഒരു പവർ സോഴ്സ് കിട്ടാനുമില്ല. ഇത്തവണ ഇതെങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ മൈക്കിനാണ് ഇത് ആദ്യം കിട്ടിയത് എന്ന് അവന് തെളിയിക്കാനും പറ്റത്തില്ല. കാരണം ഇതേ മെസ്സേജ് ഇനിയിപ്പോൾ പല ആൾക്കാരും റിസീവ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഇവരുടെ മുമ്പിൽ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഡേവിന്റെ അടുത്തേക്ക് എത്തണം. എന്നിട്ട് അവന്റെ സിസ്റ്റം ചാർജ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ മെസ്സേജ് പൂർണ്ണമായിട്ടും അവർക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി അവർ വേഗം തന്നെ ആ സേറ്റിയിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ സേറ്റിയിലെത്തി. കാര്യങ്ങളൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡേവ് ഇപ്പം അവന്റെ സിസ്റ്റത്തിന് പവർ കൊടുക്കാനുള്ള സാധനങ്ങളുമായിട്ട് അവന്റെ വണ്ടിയിലേക്ക് എത്തി. അങ്ങനെ വേഗം തന്നെ അവർ കണക്ട് ചെയ്യാണ്. അവരുടെ ഭാഗ്യത്തിന് അവർ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പ്യൂട്ടർ ഓഫായില്ല. അങ്ങനെ മൈക്കാണെങ്കിൽ ആ മെസ്സേജ് മൊത്തം ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാവരും ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് മൈക്ക് ഒരു കാര്യം അറിയുന്നത്. ഈ ഡേവും റോയുടെ ടീമിലുണ്ടായിരുന്നതാണ്. അവനും ഇപ്പം ആ തൊപ്പി എടുത്തു വെച്ചു. ഈ സമയത്താണ് ഡേവ് അവരുടെ അടുത്ത് ഒരു കാര്യം പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഈ മെസ്സേജ് റിസീവ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആദ്യം റിസീവ് ആയിരിക്കുന്നത് ഈ മൈക്കിനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടുപിടുത്തം മൈക്കിന്റെ പേരിലായിരിക്കും ഇനി. ആ ഒരു കാര്യമാണ് ഡേവ് മൈക്കിന്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷമായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന വലിയൊരു ആന്റിന മൂവ് ആവുന്നത്. അതിപ്പം മുകളിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. അതായത് നമ്മുടെ ആകാശത്തിന്റെ മുകളിലായിട്ട് ഒരു സ്പേസ് ക്രാഫ്റ്റ് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് മൈക്ക് ആ മെസ്സേജ് റിസീവ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സേറ്റിയിലുള്ള ആൾക്കാർക്കും ആ സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. അവർ കുഴപ്പമില്ലാത്തവരാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ സേറ്റിയിൽ നിന്നും ആ സ്പേസ് ക്രാഫ്റ്റിലേക്ക് ഒരു മെസ്സേജ് പോവാണ്. അതിലുണ്ടായിരുന്നത് വെൽക്കം ടു എർത്ത് എന്നാണ്.
അതായത് അവരെ നമ്മൾ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ മെസ്സേജ് റിസീവ് ആയതിനെ തുടർന്ന് ആകാശത്തായിട്ടൊരു നീല പ്രകാശം തെളിഞ്ഞു. അത് ആ ഏലിയൻസിന്റെ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നാണ്. അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് മൈക്കും കൂട്ടിനും. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.